കണ്ണൂരിൽ സൂര്യാതാപമേറ്റ് യുവാവ് മരിച്ചു. കിണർപ്പണിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത് പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ. കോഴിക്കോട് അങ്കണവാടി ടീച്ചർക്ക് സൂര്യാതാപമേറ്റ് പൊള്ളൽ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. തിരുവനന്തപുരത്ത് 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് അച്ഛൻ. നിഷേധിച്ച് ആശുപത്രി അധികൃതർ. തൃശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. കുടകളുടെ എണ്ണം കുറയ്ക്കും. ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. ആചാരപരമായ ആഘോഷം മാത്രം മതി എന്ന് യോഗത്തിൽ തീരുമാനം. വെടിക്കെട്ട് വേണമെന്ന നിലപാടിൽ പാറമേക്കാവ് ദേവസ്വം. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ 37 പേർ ഉൾപ്പെട്ടതായി നിഗമനം. സ്ഥിരീകരിച്ചത് 14 മരണം. DNA പരിശോധന തുടരുന്നു. സ്ഫോടന സമയത്തെ താപനില സൂര്യന്റേതിന് സമാനമായിരുന്നുവെന്ന് ഫോറൻസിക് വിദഗ്ധർ. 15 അംഗ സംഘം സ്ഫോടനം അന്വേഷിക്കുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദമുറപ്പിക്കാൻ നേതാക്കളുടെ നീക്കങ്ങൾ. ചെന്നിത്തലയെ വാഴ്ത്തി ജനനായകൻ വീഡിയോ. KC വേണുഗോപാലിനായി ഡോക്യുമെന്ററി. VD സതീശന്റെ നിയമസഭാ പ്രസംഗങ്ങൾ പുസ്തകമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുമായി അജയ് തറയിൽ. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ നീളുന്നു. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് അമേരിക്ക. US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്നാണ്. ഇറാൻ ലെബനനിലും സംഘർഷം മുറുകുന്നു. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഹോർമുസിൽ വെച്ച് ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് IRGC. കപ്പൽ വളഞ്ഞ് മുഖം മൂടി അണിഞ്ഞ സൈനികർ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അമേരിക്കൻ ഉപരോധം മറികടന്ന 34 ഇറാനിയൻ ടാങ്കറുകൾ മേഖല കടന്നെന്ന് വിവരം. കേരളത്തിൽ ജനവിശ്വാസം BJPക്ക് അനുകൂലമെന്ന് ദേശീയ അധ്യക്ഷൻ ന്യൂസ് 18നോട്. LDF UDF मैच फिक्सिंग അവസാനിപ്പിക്കുമെന്നും നിതിൻ നബീൻ. केरल में हम लोग की बढ़ोतरी हो रही है. 1.5% से 20% तक वोट पे गए. कल तक इन दोनों की जो मैच फिक्सिंग थी, LDF UDF की जो खेल चलता था, मैं मानता हूं कि बीजेपी ने स्पष्ट रूप से अपनी उपस्थिति बड़े अंक के साथ दर्ज की है. തമിഴ്നാട്ടിലും ബംഗാളിലും NDA ഭരിക്കും. വനിതാ ബില്ലിൽ സ്ത്രീ വോട്ടർമാർ BJPക്കൊപ്പമെന്നും ദേശീയ അധ്യക്ഷൻ. സുമതി വളവ് നിർമ്മാതാവിന്റെ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തും. ചിത്രീകരണം തുടങ്ങിയ ശേഷം അണിയറ പ്രവർത്തകരിൽ പലർക്കും പണം നൽകിയില്ല. മുരളി കുന്നുംപുറത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ണി മുകുന്ദനെന്നും അണിയറ പ്രവർത്തകർ. മുരളി കുന്നുംപുറത്തിന്റെ പരാതി കിട്ടിയിട്ടില്ലെന്ന് ഫിലിം ചേംബർ.